ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമുക്ക് മഴക്കാലത്തെ പറ്റി കുറച്ചുകൂടെ വിശദമായിട്ട് ചിന്തിച്ചു നോക്കാം. മഴക്കാലം കുംഭം മീനം മേടം കഴിഞ്ഞ് വരുന്ന ഒരു ചൂടുകാലം കഴിഞ്ഞിട്ട് ഇടവം മിഥുനം കർക്കിടകത്തിൽ മഴയുടെ ശക്തമായ ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ ചൂട് പിടിച്ചിരുന്ന ഒരു ഭൂമിയിലേക്ക് വെള്ളം വന്ന് വീഴുമ്പോൾ അതിങ്ങനെ തിളയ്ക്കും. അതായത് അവിടെ വാതം കോപിക്കുന്നു, പിത്തം കോപിക്കുന്നു, പിന്നെ ചുറ്റും മഴയും വെള്ളവും ആയതുകൊണ്ട് കഫവും കോപിക്കുന്നു. ചുരുക്കത്തിൽ വാതവും പിത്തവും കഫവും ഒരുമിച്ച് ദൂഷിക്കുന്ന ഒരു കാലമാണ് മഴക്കാലം. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് ഒരുപാട് രോഗങ്ങൾ, നമ്മളിപ്പോൾ പറയുന്ന എപ്പിഡമിക്സ്, വാതരോഗങ്ങൾ, സന്ധിവാതം, പൈത്തികമായ രോഗങ്ങൾ, കഫജമായിട്ടുള്ള ശ്വാസം മുട്ട് പോലുള്ള പല വിധത്തിലുള്ള രോഗങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ രോഗമുണ്ടാകുന്ന സമയം മഴക്കാലമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ആഹാരത്തിലാണെങ്കിലും വ്യായാമത്തിലാണെങ്കിലും ഉറക്കം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആയുർവേദ രീതിയിൽ വാതവും കഫവും കൂടെ ഒന്നിച്ച് ദൂഷിച്ചാൽ ചികിത്സിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം രണ്ടിനും പരസ്പര വിരുദ്ധമായ ഗുണങ്ങളാണുള്ളത്. വാതം വളരെ രൂക്ഷമായിട്ടുള്ളൊരു സാധനമാണ്, കഫമാണെങ്കിൽ സ്നിഗ്ധമായിട്ടുള്ളതാണ്. അപ്പോൾ കഫത്തിനെ നമ്മൾ ചികിത്സിച്ചാൽ വാതം കൂടും, വാതത്തിന് ചികിത്സിച്ചാൽ കഫം കൂടും. അപ്പോൾ ഇതിന് രണ്ടിനും പറ്റിയ ചികിത്സാ രീതികളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതപ്പോൾ അവിടെ സെലക്ഷൻ, ഏത് മരുന്ന് എന്നുള്ളതിൻ്റെ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ആയുർവേദം എന്ന് പറഞ്ഞാൽ വെറുതെ എണ്ണ തേച്ച് കുളി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിക്കൽ അത് മാത്രമല്ല, അത് വ്യക്തിക്കനുസരിച്ച് മാറാം, കാലാവസ്ഥനനുസരിച്ച് മാറാം. അപ്പോൾ ഉദാഹരണത്തിന് സ്നിഗ്ധവുമാവണം രൂക്ഷവുമാവണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പറയാവുന്ന ഒരു സാധനം എണ്ണയാണ്. എണ്ണയ്ക്ക് സ്നിഗ്ധതയുണ്ട്, തണുപ്പ്, ഒരു മയം വരുത്തുന്നൊരു സ്വഭാവമുണ്ട്. പക്ഷേ അതേസമയം അത് വളരെ രൂക്ഷമാണ്, കഫത്തിനെ കുറയ്ക്കുന്നതുമാണ്. അപ്പോൾ രണ്ട് ഗുണങ്ങളും കൂടെ ചേർന്നൊരു ഇതാണ് എണ്ണ. അപ്പോൾ എണ്ണ തേച്ച് കുളിക്കുന്നത് മഴക്കാലത്ത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സാധനമാണ്. ഭക്ഷണ രീതിയിലാണെങ്കിലും ഇത് നമുക്ക് ചെയ്യാം. ദഹിക്കാൻ എളുപ്പമുള്ള സാധനം, അതായത് പിത്തം കുറഞ്ഞിരിക്കുകയായിരിക്കും, അഗ്നിബലമൊക്കെ കുറയാണ്. അപ്പോൾ ദഹിക്കാൻ എളുപ്പമുള്ള സാധനം ലഘുവായിട്ട് മലര് പോലെയുള്ള സാധനങ്ങൾ എളുപ്പമാണ്. പിന്നെ സൂപ്പ്, അധികം വെള്ളമില്ലാത്ത കഞ്ഞി, കുറുകിയ കഞ്ഞി എന്ന് പറയും. അവിടെയാണ് നമ്മൾ കർക്കിടക കഞ്ഞിയുടെ ഒരു ഉപയോഗം വരുന്നത്. വെള്ളം കൂടുതലായാൽ കഫം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടിനും ദോഷം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അധികം വെള്ളമില്ലാത്ത കഞ്ഞി കുടിക്കാൻ പറയാറുണ്ട്. പിന്നെ വറുത്ത സാധനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. കാരണം വറക്കുമ്പോൾ അതിനകത്തൊരു സ്നിഗ്ധത വരുന്നുണ്ട്, എണ്ണയുടെ ഒരു ഇതും വെള്ളത്തിൻ്റെ അംശം കുറവായതുകൊണ്ട് കഫത്തിനെ അത് ദൂഷിപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ ആഹാരത്തിൽ പറയുന്ന തൊട്ട് കൂട്ടുന്ന സാധനങ്ങൾ, അതായത് അച്ചാറുകൾ, ഉപ്പും പുളിയും ഒക്കെയുള്ള സാധനങ്ങൾ, അതെല്ലാം കഫത്തിനെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ അവിടെയും അത് തൊട്ട് കൂട്ടാനേ പറയുന്നുള്ളൂ, ഒരുപാട് കഴിക്കാൻ പറയുന്നില്ല. ദഹനശക്തി കൂട്ടാൻ വേണ്ടിയാണ് അതെല്ലാം നമ്മൾ കഴിക്കാൻ പറയുന്നത്. അപ്പോൾ ജീവിത രീതിയും ചികിത്സാ രീതിയും എവിടെയാണ് വേർപെടുത്താൻ പറ്റുക എന്നറിയാൻ വയ്യാതെ കൂടിക്കലർന്ന് കിടക്കുന്ന ഒരു രീതിയാണിത്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരിൽ പ്രയോഗിച്ച് നോക്കിയതായതുകൊണ്ട് ഇതിന് ഇനിയൊരു എവിഡൻസ് ബേസ്ഡ് ക്ലിനിക്കൽ സ്റ്റഡിയുടെ ആവശ്യമില്ല. ആദ്യം മൃഗങ്ങളിൽ കൊടുത്തിട്ട് പിന്നെ മനുഷ്യരിൽ പരീക്ഷിക്കുക എന്നൊരവസ്ഥ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അന്ധമായും ഒരു പരിധി വരെ അനുഷ്ഠിക്കാവുന്ന കർമ്മങ്ങളാണ് ആയുർവേദത്തിൽ ചെയ്തിരിക്കുന്നത്. ആഹാരത്തിന് ലഘുവും ദഹിക്കാൻ എളുപ്പമുള്ളതും സ്നിഗ്ധം മയമുള്ളതുമാക്കി കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യാവുന്ന, നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ആഹാര രീതിയിൽ അത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഉദാഹരണത്തിന് സാമ്പാർ വെച്ചാൽ അതിനകത്ത് നമ്മൾ കടുക് വറുക്കും. അതിനകത്ത് പരിപ്പ് വാതത്തിനെ ഉണ്ടാക്കുന്നതാണെങ്കിൽ കടുക് വറുക്കുമ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണമയവും കടുകിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് അത് ലഘുവാകും, ദഹിക്കാൻ എളുപ്പമുള്ളതായി മാറുന്നു. അവിയൽ വെച്ചാൽ നമ്മൾ അതിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അങ്ങനെ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ആഹാര രീതിയിൽ ഇതൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ട്. പിന്നെ സൂപ്പ്, മാംസരസം ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ മാംസത്തിനെ വേവിച്ച് അതിൻ്റെ വെള്ളം വെച്ച് ഊറ്റിയെടുത്തിട്ട്, മാംസം വെച്ച് ഊറ്റുക എന്നാണ് പറയുന്നത്, അങ്ങനെ എടുത്തിട്ട് അതിനകത്ത് ഉള്ളി, ജീരകം, കടുക് ഒക്കെ കടുക് വറുത്ത് ഉപയോഗിക്കുന്നത് വളരെ ലഘുവാണ്. അപ്പോൾ ദഹിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരാഹാരം തന്നെ നമുക്ക് ലഘുവായിട്ടും ഗുരുവായിട്ടും ഉപയോഗിക്കാം. ഉഷ്ണകാലത്താണെങ്കിൽ നമുക്ക് മാംസത്തിൻ്റെ കഷ്ണങ്ങളായിട്ട് ഉപയോഗിക്കാം. മഴക്കാലത്താണെങ്കിൽ അത് വച്ചൂറ്റി അതിനെ ലഘുവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. പിന്നെ സാധാരണ കേരളത്തിലധികം ഉപയോഗിക്കാത്ത ഒരെണ്ണമാണ് തൈരിൻ്റെ തെളി.
അതിന് ആയുർവേദത്തിൽ മസ്തു എന്ന് പറയും. അത് തൈരിൻ്റെ എല്ലാ ഗുണങ്ങളുണ്ട്, പക്ഷേ തൈര് നമുക്കറിയാം കഫത്തിനെ കൂട്ടുന്നതാണ്. അപ്പോൾ തൈരിൻ്റെ തെളി ഉപയോഗിക്കുമ്പോൾ തൈരിൻ്റെ ഗുണമുണ്ട് താനും, പക്ഷേ ദഹിക്കാൻ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ തൈരിൻ്റെ തെളി ചേർത്ത് നമുക്ക് ഭക്ഷണ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ കുടിക്കാൻ ഉപയോഗിക്കാം. മോര് വെണ്ണ മാറ്റിയ മോര് വളരെ രൂക്ഷമായിട്ടുള്ള സാധനമാണ്, കഫം കുറയാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ആയുർവേദത്തിൽ പ്രത്യേകിച്ചും തൈര് എപ്പോഴും ഉപയോഗിക്കാൻ പറയുന്നില്ല, കാരണം അത് കഫത്തിനെ കൂട്ടുന്നതാണ്. അഥവാ ഉപയോഗിക്കുന്നെങ്കിൽ എപ്പോൾ ഉപയോഗിക്കണം, എന്തിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കണമെന്ന് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ദഹിക്കാൻ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന മണ്ടം, നെയ്യിൻ്റെ തെളി. നെയ്യിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടും, പക്ഷേ നെയ്യിൻ്റെ അത്ര ഗുരുവല്ല, ദഹിക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കണ്ണിൽ വരുന്ന ഡ്രൈനസ്, ഈ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കണ്ണിൽ വരുന്ന നെയ്യ് എഴുതാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നെയ്യിൻ്റെ തെളി ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ണിന് വളരെയധികം സ്നിഗ്ധത കൊടുക്കുന്ന രീതിയാണ്. അപ്പോൾ ശാസ്ത്രീയമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ലഘൂകരിക്കാം പ്രാദേശികമായി എന്നുള്ള വൈദ്യൻ്റെ ഒരു മിടുക്ക്, അതാണ് കേരളീയ വൈദ്യന്മാർ വളരെ മിടുക്കന്മാരായിരുന്നു ആ കാര്യത്തിൽ. അങ്ങനെ പ്രാദേശികമായിട്ട് വന്നതാണ് ഞാൻ പറയുന്ന ഈ കർക്കിടക ചികിത്സ. അപ്പോൾ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ കർക്കിടകത്തിൽ മാത്രം ഉപയോഗിക്കാം എന്നല്ല. നമുക്ക് കർക്കിടകത്തിൽ മഴ കിട്ടിയിരുന്നതുകൊണ്ട് അതിന് കർക്കിടക ചികിത്സ എന്ന് വന്നു. അപ്പോൾ മഴക്കാല ചികിത്സ ഏതെല്ലാം സമയത്ത്, തുലാവർഷത്തിൽ നമുക്ക് ഈ ചികിത്സ ചെയ്യാം. മഴക്കാലത്ത് ഉപയോഗിക്കുന്ന ആഹാര രീതികളൊക്കെ തന്നെയാണ് അപ്പോഴും കൊടുക്കേണ്ടത്. പിന്നെ കൊടുക്കാവുന്ന ചില ആഹാരങ്ങൾ ചെറുപയർ സൂപ്പ് വെച്ച് കൊടുക്കാം. അത് വെച്ചൂറ്റി അത് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഊറ്റിയെടുത്ത് കടുവറുത്ത് കൊടുക്കാം. പിന്നെ തേൻ നല്ലൊരു ഔഷധമായിട്ടും ആഹാരമായിട്ടും ഉപയോഗിക്കാം. തേൻ പച്ചവെള്ളത്തിൽ ഉപയോഗിച്ച് കഴിക്കുന്നത് നല്ലതാണ്. തേൻ ചേർത്ത ആഹാരങ്ങൾ കഴിക്കുന്നതും ഈ കാലത്ത് നല്ലതാണ്. കാരണം തേൻ കഫം കുറയ്ക്കും, പക്ഷേ വാതത്തിനെ കൂട്ടുകയുമില്ല. അതിന് 2 ഗുണങ്ങൾ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ദഹിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം, സ്നിഗ്ധതയുള്ളതായിരിക്കണം. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം എപ്പിഡമിക്കിൻ്റെ ഒരു കാലമാണ് മഴക്കാലം. സന്ധികളിൽ വേദന, നീര്, വാദത്തിനെ പറ്റി വാദത്തോട് ചേർന്ന് വരുന്ന സന്ധിവാദങ്ങൾ വരും, പിന്നെ നീരോടുകൂടിയ വേദനകൾ വരും. ഇതിലെല്ലാം നമുക്ക് ചികിത്സിക്കേണ്ട ചികിത്സാ രീതികൾ, അനുഷ്ഠിക്കേണ്ട രീതികൾ ഒന്ന് തന്നെയാണ്, പക്ഷേ അത് വ്യക്തികൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആരോഗ്യം നിലനിർത്തുക എന്നത് ഒരു പ്രധാന കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ എന്തൊക്കെ ആഹാരം കഴിക്കണം, വിഹാരം, അതായത് എന്തൊക്കെ നമുക്ക് അനുഷ്ഠിക്കാം. പകലുറങ്ങരുത് മഴക്കാലത്ത്. പകലുറങ്ങിയാൽ കഫം കൂടുമെന്നുള്ളത് ഉറപ്പായൊരു കാര്യമാണ്. അതുകൊണ്ട് പകലുറക്കം പാടില്ല എന്ന് പറയുന്നു. ചെറിയ ചൂടുവെള്ളം കുടിക്കാം, പക്ഷേ വെള്ളം അധികം കഴിക്കുന്നതും കഫത്തിനെ കൂട്ടുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ നിയന്ത്രിക്കാവുന്ന കാര്യങ്ങളാണ് മഴക്കാലത്ത് ചെയ്യാവുന്നത്. അതിനപ്പുറം വരുന്ന രോഗങ്ങൾക്ക് തീർച്ചയായിട്ടും വൈദ്യനെ കണ്ട് മരുന്ന് ചെയ്ത് അസുഖം മാറ്റിയിട്ട് വേണം ചികിത്സ തുടരേണ്ടത്. അതുപോലെ കർക്കിടക മാസ ചികിത്സ അല്ലെങ്കിൽ മഴക്കാല ചികിത്സ ആർക്കും എങ്ങനെയും തോന്നിയ രീതിയിൽ ഉപയോഗിക്കാമെന്നുള്ളതല്ലതാ. അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് വേണം ഉപയോഗിക്കുവാൻ.